ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, എസ് ലോഗോസ് കിഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്നത് ലൂക്കായുടെ സുവിശേഷം അധ്യായം 24 ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ലൂക്ക അധ്യായം 24 എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം 53 വാക്യങ്ങൾ. 2. ലൂക്ക അധ്യായം 24 എത്ര ശീർഷകങ്ങളുണ്ട്? ഉത്തരം 4 ശീർഷകങ്ങൾ. 3. 24 അധ്യായത്തിലെ ആദ്യ ശീർഷകം ഏതാണ്? ഉത്തരം യേശുവിൻ്റെ പുനരുദ്ധാനം. 4. ലൂക്ക 24:1 ഏത് ദിവസത്തെ സംഭവത്തെക്കുറിച്ചാണ് പറയുന്നത്? ഉത്തരം ആഴ്ചയിലെ ആദ്യ ദിവസത്തെ സംഭവത്തെക്കുറിച്ച്. 5. എവിടെ നിന്നും വന്ന സ്ത്രീകളാണ് ആഴ്ചയിലെ ആദ്യ ദിവസം അതിരാവിലെ യേശുവിൻ്റെ കല്ലറയുടെ അടുത്തേക്ക് പോയത്? ഉത്തരം ഗലീലിയിൽ നിന്നും വന്ന സ്ത്രീകൾ. 6. ഗലീലിയിൽ നിന്നും വന്ന സ്ത്രീകൾ എന്തുമായിട്ടാണ് കല്ലറയുടെ അടുത്തേക്ക് പോയത്? 24:1. ഉത്തരം സുഗന്ധദ്രവ്യങ്ങളുമായിട്ട്. 7. ചോദ്യം, സുഗന്ധദ്രവ്യങ്ങളുമായി വന്ന സ്ത്രീകൾ എപ്പോഴാണ് കല്ലറയുടെ അടുത്തേക്ക് പോയത്? ഉത്തരം ആഴ്ചയുടെ ആദ്യ ദിവസം അതിരാവിലെ. 8. കല്ലറയുടെ സമീപത്ത് ചെന്ന സ്ത്രീകൾ എന്താണ് കണ്ടത്? 24:2. ഉത്തരം കല്ലറയിൽ നിന്ന് കല്ല് ഉരുട്ടി മാറ്റിയിരിക്കുന്നത്. 9. കല്ലറയുടെ അകത്ത് കടന്ന് നോക്കിയ സ്ത്രീകൾ കാണാതിരുന്നത് എന്താണ്? 24:3. ഉത്തരം കർത്താവായ യേശുവിൻ്റെ ശരീരം. 10. കർത്താവായ യേശുവിൻ്റെ ശരീരം കല്ലറയിൽ കാണാതെ അമ്പരന്ന് നിന്നത് ആര്? ഉത്തരം കല്ലറയിലെത്തിയ സ്ത്രീകൾ. 11. കല്ലറയിലെത്തിയ സ്ത്രീകൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത് ആരാണ്? 24:4. ഉത്തരം തിളങ്ങുന്ന വസ്ത്രങ്ങൾ ധരിച്ച 2 പേർ. 12. തിളങ്ങുന്ന വസ്ത്രധാരികളെ കണ്ട സ്ത്രീകൾ എന്താണ് ചെയ്തത്? 24:5. ഉത്തരം അവർ ഭയപ്പെട്ട് മുഖം കുനിച്ചു. 13. തിളങ്ങുന്ന വസ്ത്രധാരികൾ കല്ലറയിൽ അമ്പരന്ന് നിന്നിരുന്ന സ്ത്രീകളോട് ചോദിച്ചത് എന്ത്? ഉത്തരം ജീവിച്ചിരിക്കുന്നവനെ നിങ്ങൾ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്തിന്? 14. ലൂക്ക 24:5 പ്രകാരം അവൻ ഇവിടെ ഇല്ല, ഉയർപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞത് ആരാണ്? ഉത്തരം തിളങ്ങുന്ന വസ്ത്രധാരികൾ. 15. മനുഷ്യപുത്രൻ ആരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുകയും ക്രൂശിക്കപ്പെടുകയും ചെയ്യുമെന്നാണ് യേശു പറഞ്ഞിരുന്നത്? 24:6. ഉത്തരം പാപികളുടെ കയ്യിൽ. 16. യേശു എവിടെയായിരുന്നപ്പോഴാണ് മനുഷ്യപുത്രൻ പാപികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുകയും ക്രൂശിക്കപ്പെടുകയും 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞത്? 24:7. ഉത്തരം ഗലീലിയിൽ. 17. ലൂക്ക 24:6-7 വാക്യപ്രകാരം കല്ലറയിൽ കണ്ട തിളങ്ങുന്ന വസ്ത്രധാരികൾ സ്ത്രീകളോട് എന്തോർമ്മിക്കുവാനാണ് ആവശ്യപ്പെട്ടത്? ഉത്തരം മനുഷ്യപുത്രൻ പാപികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുകയും ക്രൂശിക്കപ്പെടുകയും 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന് യേശു ഗലീലിയിലായിരുന്നപ്പോൾ നിങ്ങളോട് പറഞ്ഞത്. 18. 24:8 പ്രകാരം കല്ലറയിൽ വന്ന സ്ത്രീകൾ ഓർമ്മിച്ചത് എന്ത്? ഉത്തരം യേശുവിൻ്റെ വാക്കുകൾ. 19 പൂരിപ്പിക്കാനുള്ളതാണ്. അപ്പോൾ അവർ ഡാഷ് ഓർമ്മിച്ചു. ലൂക്ക 24:8 പ്രകാരം പൂരിപ്പിക്കുക.
ഉത്തരം അവൻ്റെ വാക്കുകൾ. അപ്പോൾ അവർ അവൻ്റെ വാക്കുകൾ ഓർമ്മിച്ചു. 20 കല്ലറയിൽ നിന്നും തിരിച്ചു വന്ന സ്ത്രീകൾ ഇക്കാര്യങ്ങളെല്ലാം ആരെയെല്ലാമാണ് അറിയിച്ചത്? 24:9. ഉത്തരം 11 പേരെയും മറ്റെല്ലാവരെയും. 21 ലൂക്ക 24:10 പറഞ്ഞിരിക്കുന്ന സ്ത്രീകൾ ആരെല്ലാം? ഉത്തരം മഗ്ദലേന മറിയം, യോവാന്ന, യാക്കോബിൻ്റെ അമ്മയായ മറിയം. 22 കല്ലറയിൽ നിന്നും വന്ന സ്ത്രീകൾ പറഞ്ഞ വാക്കുകൾ കെട്ടുകഥ പോലെ തോന്നിയത് ആർക്കാണ്? 24:11. ഉത്തരം അപ്പസ്തോലന്മാർക്ക്. 23 കല്ലറയിൽ നിന്നും വന്ന സ്ത്രീകൾ പറഞ്ഞ വാക്കുകൾ കേട്ട അപ്പസ്തോലന്മാരുടെ പ്രതികരണം എന്തായിരുന്നു? ഉത്തരം അവർ വിശ്വസിച്ചില്ല. 24 ലൂക്ക 24:12 പ്രകാരം എഴുന്നേറ്റ് കല്ലറയിലേക്ക് ഓടിയത് ആരാണ്? ഉത്തരം പത്രോസ്. 25 പത്രോസ് കുനിഞ്ഞ് കല്ലറയ്ക്കകത്തേക്ക് നോക്കിയപ്പോൾ എന്താണ് കണ്ടത്? ഉത്തരം യേശുവിനെ പൊതിഞ്ഞ തുണികൾ തനിയെ കിടക്കുന്നത്. 26 പത്രോസ് എപ്രകാരമാണ് കല്ലറയിൽ നിന്നും തിരിച്ചുപോയത്? 24:12. ഉത്തരം സംഭവിച്ചതിനെപ്പറ്റി വിസ്മയിച്ചുകൊണ്ട്. 27 ലൂക്ക 24-ാം അധ്യായത്തിലെ രണ്ടാമത്തെ ശീർഷകം ഏത്? ഉത്തരം എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ. 28 എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരെ പറ്റി പ്രതിപാദിക്കുന്ന മറ്റൊരു സുവിശേഷ ഭാഗം ഏതാണ്? ഉത്തരം മർക്കോസ് 16, 12, 13 വാക്യങ്ങൾ. 29 ആ ദിവസം തന്നെ എമ്മാവൂസ് എന്ന ഗ്രാമത്തിലേക്ക് അവരിൽ എത്ര പേരാണ് പോയത്? ഉത്തരം 2 പേർ. 30 ജെറുസലേമിൽ നിന്ന് എമ്മാവൂസിലേക്കുള്ള അകലം എത്രയായിരുന്നു? ഉത്തരം ഏകദേശം 60 സ്താദിയോൺ. 31 എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ എന്തിനെക്കുറിച്ചാണ് സംസാരിച്ചു കൊണ്ടിരുന്നത്? 24:14. ഉത്തരം യേശുവിൻ്റെ പീഡാസഹനത്തെയും ഉത്ഥാനത്തെയും പറ്റി. 32 എമ്മാവൂസിലേക്ക് പോയ ശിഷ്യരുടെ അടുത്തെത്തി അവരോടൊപ്പം യാത്ര ചെയ്തത് ആരാണ്? 24:15. ഉത്തരം യേശു. 33 24:16 പ്രകാരം എന്തുകൊണ്ടാണ് യേശുവിനെ തിരിച്ചറിയാൻ ശിഷ്യന്മാർക്ക് കഴിയാതിരുന്നത്? ഉത്തരം അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നതുകൊണ്ട്. 34 എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത്? 24:17 പ്രകാരം ഇത് ആരോട് ചോദിച്ചതാണ്? ഉത്തരം യേശു എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരോട് ചോദിച്ചത്. 35 എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നതെന്ന യേശുവിൻ്റെ ചോദ്യത്തിനുള്ള ശിഷ്യരുടെ പ്രതികരണം എന്തായിരുന്നു? 24:17 അവർ മ്ലാനവദനരായിരുന്നു. 36 എമ്മാവൂസിലേക്ക് പോയ 2 ശിഷ്യന്മാരിൽ ഒരാളുടെ പേര് എന്തായിരുന്നു? ഉത്തരം ക്ലെയോപ്പാസ്. 37 ഈ ദിവസങ്ങളിൽ ജെറുസലേമിൽ നടന്ന സംഭവമൊന്നും അറിയാത്ത അപരിചിതനാണോ നീ? ലൂക്ക 24:18 പ്രകാരം ഇത് ആരോട് ചോദിച്ചതാണ്? ഉത്തരം ക്ലെയോപ്പാസ് യേശുവിനോട്. 38 അവൻ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുമ്പിൽ വാക്കിലും പ്രവൃത്തിയിലും ശക്തനായ പ്രവാചകനായിരുന്നു. 24:19. ഉത്തരം നസ്രായനായ യേശു. 39 ലൂക്ക 24:19 പ്രകാരം യേശുവിനെ ശക്തനായ പ്രവാചകൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഉത്തരം ക്ലെയോപ്പാസ്. 40 ലൂക്ക 24:20 പ്രകാരം യേശുവിനെ
മരണവിധിക്ക് ഏൽപ്പിച്ചു കൊടുത്തത് ആരാണ്? ഉത്തരം പുരോഹിത പ്രമുഖന്മാരും നേതാക്കളും. 41. ഞങ്ങളുടെ പുരോഹിത പ്രമുഖന്മാരും നേതാക്കളും അവനെ മരണവിധിക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ക്രൂശിക്കുകയും ചെയ്തു. ലൂക്ക 24:20 അനുസരിച്ച് ഇത് ആരുടെ വാക്കുകളാണ്? ഉത്തരം ശിഷ്യരുടെ. 42. യേശുവിനെ ആരായിട്ടാണ് ശിഷ്യർ പ്രതീക്ഷിച്ചിരുന്നത്? 24:21. ഉത്തരം ഇസ്രായേലിനെ മോചിപ്പിക്കാനുള്ളവൻ. 43. ഇതൊക്കെ സംഭവിച്ചിട്ട് ഇത് 3-ാം ദിവസമാണ്. 3-ാം ദിവസം എന്ന് പറയുന്നത് ഏത് ദിവസമാണ്? ഉത്തരം ആഴ്ചയിലെ ആദ്യത്തെ ദിവസം. 44. ഞങ്ങളെ ആരെ വിസ്മയിപ്പിച്ചതായിട്ടാണ് 24-22 ശിഷ്യർ പറയുന്നത്? ഉത്തരം കൂട്ടത്തിലുള്ള ചില സ്ത്രീകൾ. 45. ലൂക്ക 24:23 പ്രകാരം അവൻ്റെ ശരീരം അവർ അവിടെ കണ്ടില്ല. ആര്? ഉത്തരം കല്ലറയിൽ പോയ സ്ത്രീകൾ. 46. കല്ലറയിൽ നിന്നും തിരിച്ചു വന്ന സ്ത്രീകൾ ശിഷ്യരെ അറിയിച്ചത് എന്താണ്? ഉത്തരം ഞങ്ങൾക്ക് ദൂതന്മാരുടെ ദർശനമുണ്ടായെന്നും യേശു ജീവിച്ചിരിക്കുന്നു എന്നും. 47. 24-24 അനുസരിച്ച് സ്ത്രീകൾ പറഞ്ഞതുപോലെ തന്നെ കണ്ടത് ആരാണ്? ഉത്തരം ശിഷ്യരിൽ ചിലർ. 48. എന്ത് വിശ്വസിക്കാൻ കഴിയാത്ത വിധം ഹൃദയം മന്ദീഭവിച്ചവരെന്നാണ് എമ്മാവൂസിലേക്ക് പോയ ശിഷ്യരെ യേശു കുറ്റപ്പെടുത്തിയത്? 24-25. ഉത്തരം പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളത്. 49. യേശു ആരെയാണ് ഭോഷന്മാരെ, ഹൃദയം മന്ദീഭവിച്ചവരെ എന്ന് വിളിച്ചത്? 24-25. ഉത്തരം എമ്മാവൂസിലേക്ക് പോയ ശിഷ്യരെ. 50. ആരെല്ലാം വിശുദ്ധ ലിഖിതങ്ങളിൽ തന്നെപ്പറ്റി എഴുതിയിരുന്നവയാണ് യേശു ശിഷ്യർക്ക് വ്യാഖ്യാനിച്ച് കൊടുത്തത്? 24-27. ഉത്തരം മോശ തുടങ്ങി എല്ലാ പ്രവാചകന്മാരും. 51. ശിഷ്യർ എത്തേണ്ടിയിരുന്ന ഗ്രാമത്തോടടുത്തപ്പോൾ യേശു എന്താണ് ചെയ്തത്? 24-28. ഉത്തരം യേശു യാത്ര തുടരുകയാണെന്ന് ഭാവിച്ചു. 52. പകൽ അസ്തമിക്കാറായതുകൊണ്ട് ശിഷ്യർ അവനോട് നിർബന്ധിച്ചുകൊണ്ട് പറഞ്ഞത് എന്ത്? 24-29. ഉത്തരം ഞങ്ങളോടുകൂടെ താമസിക്കുവാൻ. 53. ശിഷ്യരോടൊപ്പം താമസിക്കാൻ കയറിയ യേശു ഭക്ഷണത്തിനിരുന്നപ്പോൾ എന്താണ് ചെയ്തത്? ഉത്തരം യേശു അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തു. 54. യേശു അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തപ്പോൾ എന്താണ് സംഭവിച്ചത്? 24-31. ഉത്തരം അവരുടെ കണ്ണ് തുറക്കപ്പെട്ടു, അവർ അവനെ തിരിച്ചറിഞ്ഞു. 55. എപ്പോഴാണ് യേശു അവരുടെ മുമ്പിൽ നിന്ന് അപ്രത്യക്ഷനായത്? ഉത്തരം അവർ യേശുവിനെ തിരിച്ചറിഞ്ഞപ്പോൾ. 56. എപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ എന്നാണ് ശിഷ്യർ പരസ്പരം ചോദിച്ചത്? 24. എപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ എന്നാണ് ശിഷ്യന്മാർ പരസ്പരം ചോദിച്ചത്? ഉത്തരം യേശു വിശുദ്ധ ലിഖിതം വിശദീകരിച്ചുകൊണ്ട് നമ്മോട് സംസാരിച്ചപ്പോൾ. 57. ശിഷ്യർ എഴുന്നേറ്റ് എവിടേക്കാണ് തിരിച്ചുപോയത്? 24-33. ഉത്തരം ജെറുസലേമിലേക്ക്. 58. 24-33 പ്രകാരം ജെറുസലേമിൽ തിരിച്ചെത്തിയവർ അവിടെ ആരെയാണ് കണ്ടത്? ഉത്തരം 11 പേരെയും അവരോടൊപ്പം ഉണ്ടായിരുന്നവരെയും.
59 അവിടെ കൂടിയിരുന്നവർ എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത്? 24-34 ഉത്തരം കർത്താവ് സത്യമായും ഉയർത്തെഴുന്നേറ്റു, ശിമയോന് പ്രത്യക്ഷപ്പെട്ടു എന്ന്. 60 ജെറുസലേമിലുണ്ടായിരുന്നവരോട് എമ്മാവൂസിൽ നിന്നും തിരിച്ചെത്തിയവർ പറഞ്ഞതെന്ത്? 24-35 ഉത്തരം വഴിയിൽ വച്ച് സംഭവിച്ചതും അപ്പം മുറിക്കുമ്പോൾ തങ്ങൾ അവനെ തിരിച്ചറിഞ്ഞതും. 61 യേശുവിൻ്റെ ഉത്ഥാനത്തെയും പ്രത്യക്ഷപ്പെടലിനെയും പറ്റി സംസാരിച്ചു കൊണ്ടിരുന്ന ശിഷ്യഗണത്തിൻ്റെ മധ്യേ പ്രത്യക്ഷപ്പെട്ടതാര്? 24-36 ഉത്തരം യേശു. 62 ശിഷ്യഗണത്തിൻ്റെ മധ്യേ പ്രത്യക്ഷപ്പെട്ട യേശു അവരോട് അരുളി ചെയ്തതെന്ത്? ഉത്തരം നിങ്ങൾക്ക് സമാധാനം. 63 യേശുവിനെ കണ്ട ശിഷ്യന്മാർ ഭയന്ന് വിറയ്ക്കാനുണ്ടായ കാരണം എന്തായിരുന്നു? ഉത്തരം തങ്ങൾ കാണുന്നത് ഭൂതത്തെയാണ് എന്ന് അവർ വിചാരിച്ചു. 64, 24, 38 പ്രകാരം യേശു ശിഷ്യരോട് ചോദിച്ച 2 ചോദ്യങ്ങൾ ഏതെല്ലാമാണ്? ഉത്തരം 1 നിങ്ങൾ അസ്വസ്ഥരാകുന്നത് എന്തിന്? 2 നിങ്ങളുടെ മനസ്സിൽ ചോദ്യങ്ങൾ ഉയരുന്നതും എന്തിന്? 65 ഇത് ഞാൻ തന്നെയാണെന്ന് എപ്രകാരം മനസ്സിലാക്കുവാനാണ് യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്? 24-39 ഉത്തരം എൻ്റെ കൈകളും കാലുകളും കണ്ട്. 66 എനിക്കുള്ളതുപോലെ എന്തു ഭൂതത്തിനില്ലല്ലോ എന്നാണ് യേശു പറഞ്ഞത്? 24-40 ഉത്തരം മാംസവും അസ്ഥികളും. 67 പൂരിപ്പിക്കാനുള്ളതാണ്. സന്തോഷാധിക്യത്താൽ അവർ ഡാഷും അത്ഭുതപ്പെടുകയും ചെയ്തു. 24-41 പ്രകാരം പൂരിപ്പിക്കുക. അവിശ്വസിക്കുകയും. സന്തോഷാധിക്യത്താൽ അവർ അവിശ്വസിക്കുകയും അത്ഭുതപ്പെടുകയും ചെയ്തു. 68 സന്തോഷാധിക്യത്താൽ അവർ അവിശ്വസിക്കുകയും അത്ഭുതപ്പെടുകയും ചെയ്തപ്പോൾ യേശു അവരോട് ചോദിച്ചതെന്ത്? 24-41 ഉത്തരം ഇവിടെ ഭക്ഷിക്കാൻ എന്തെങ്കിലുമുണ്ടോ? 69 അവർ യേശുവിന് ഭക്ഷിക്കുവാൻ കൊടുത്തതെന്ത്? ഉത്തരം ഒരു കഷ്ണം വറുത്ത മീൻ. 70 അവൻ അതെടുത്ത് അവരുടെ മുമ്പിൽ വച്ച് ഭക്ഷിച്ചു. അധ്യായവും വാക്യവും എഴുതുക. ഉത്തരം ലൂക്ക 24-ാം അധ്യായം 43-ാമത്തെ വാക്യം. 71 എവിടെയൊക്കെ തന്നെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്നത് എല്ലാം പൂർത്തിയാകേണ്ടിയിരിക്കുന്നു എന്നാണ് യേശു ശിഷ്യരോട് കൂടെ ആയിരുന്നപ്പോൾ പറഞ്ഞിരുന്നത്? ഉത്തരം മോശയുടെ നിയമത്തിലും പ്രവാചകന്മാരിലും സങ്കീർത്തനങ്ങളിലും. 72 പൂരിപ്പിക്കാനുള്ളതാണ്. ഡാഷ് ഗ്രഹിക്കാൻ തക്കവിധം അവരുടെ മനസ്സ് അവൻ തുറന്നു. 24-45 പ്രകാരം പൂരിപ്പിക്കുക. ഉത്തരം വിശുദ്ധ ലിഖിതങ്ങൾ. വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്കവിധം അവരുടെ മനസ്സ് അവൻ തുറന്നു. 73 ക്രിസ്തു സഹിക്കുകയും 3-ാം ദിവസം ഡാഷ് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യണം. 24-46 പ്രകാരം പൂരിപ്പിക്കുക. ഉത്തരം മരിച്ചവരിൽ നിന്ന്. ക്രിസ്തു സഹിക്കുകയും 3-ാം ദിവസം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യണം. 74 പാപമോചനത്തിനുള്ള അനുതാപം എവിടെ നിന്നാണ് ആരംഭിക്കേണ്ടത്? 24-47 ഉത്തരം ജെറുസലേമിൽ നിന്ന്. 75 പാപമോചനത്തിനുള്ള അനുതാപം ആരുടെ നാമത്തിലാണ് ജെറുസലേമിൽ നിന്നും ആരംഭിക്കേണ്ടത്? ഉത്തരം യേശുവിൻ്റെ നാമത്തിൽ. 76 പാപമോചനത്തിനുള്ള അനുതാപം യേശുവിൻ്റെ നാമത്തിൽ ജെറുസലേമിൽ ആരംഭിച്ച് ആരോടാണ് പ്രഘോഷിക്കപ്പെടേണ്ടിയിരിക്കുന്നത്? ഉത്തരം എല്ലാ ജനതകളോടും. 77 നിങ്ങൾ ഇവയ്ക്ക് സാക്ഷികളാണ്. അധ്യായവും വാക്യവും എഴുതുക. ഉത്തരം ലൂക്ക 24-ാം അധ്യായം 48-ാം വാക്യം. 78
യേശു ശിഷ്യന്മാരുടെ മേൽ അയക്കുന്നതെന്ത്? 24:49. ഉത്തരം പിതാവിൻ്റെ വാഗ്ദാനം. 79. എന്നുവരെ നഗരത്തിൽ തന്നെ വസിക്കുവാനാണ് യേശു പറയുന്നത്? ഉത്തരം ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നതുവരെ. 80. യേശുവിൻ്റെ സ്വർഗാരോഹണം വിവരിക്കുന്ന വചനഭാഗം ഏതാണ്? ഉത്തരം ലൂക്ക 24:50 മുതൽ 53 വരെ വാക്യങ്ങൾ. 81. യേശുവിൻ്റെ സ്വർഗാരോഹണം രേഖപ്പെടുത്തിയ മറ്റൊരു പുതിയ നിയമ ഭാഗം ഏത്? ഉത്തരം അപ്പസ്തോല പ്രവർത്തനങ്ങൾ 1-ാം അധ്യായം 9 മുതൽ 11 വരെയുള്ള വാക്യം. 82. യേശു ശിഷ്യരെ എവിടെ വരെയാണ് കൂട്ടിക്കൊണ്ടുപോയത്? ഉത്തരം ബഥാനിയ വരെ. 83. യേശു കൈകൾ ഉയർത്തി ശിഷ്യരെ അനുഗ്രഹിച്ചത് എവിടെ വെച്ചാണ്? ഉത്തരം ബഥാനിയായിൽ വെച്ച്. 84. യേശു ശിഷ്യരെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കെ എന്താണ് സംഭവിച്ചത്? ഉത്തരം യേശു അവരിൽ നിന്നും മറയുകയും സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെടുകയും ചെയ്തു. 85. യേശു സ്വർഗാരോഹണം ചെയ്തത് എവിടെ വെച്ച്? 24:51. ഉത്തരം ബഥാനിയായിൽ വെച്ച്. 86. യേശു സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടപ്പോൾ ശിഷ്യന്മാർ എന്താണ് ചെയ്തത്? 24:52. ഉത്തരം അവർ അവനെ ആരാധിച്ചു. 87. ശിഷ്യന്മാർ അത്യധികം ആനന്ദത്തോടെ മടങ്ങിയത് എവിടേക്കാണ്? ഉത്തരം ജെറുസലേമിലേക്ക്. 88. ജെറുസലേമിലേക്ക് മടങ്ങിയ ശിഷ്യന്മാർ സദാസമയവും ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് എവിടെയാണ് കഴിഞ്ഞുകൂടിയത്? 24:53. ഉത്തരം ദേവാലയത്തിൽ. ഇത്രയും ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ 24-ാം അധ്യായത്തിൽ നിന്നും തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും നല്ലവണ്ണം പഠിക്കുക. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.